ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിൻ്റെ മാത്തിൻ്റെ ആനുവൽ എക്സാമിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും നമ്മൾ ഒരുമിച്ചാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ലെറ്റ്സ് ഫൈൻഡ് ദ ഹൈറ്റ്. നമുക്ക് ഹൈറ്റ് കണ്ടെത്താം എന്നുള്ളതാണ്. ദ ടേബിൾ ഗിവൺ ബിലോ ഷോസ് ദ ഹൈറ്റ് ഓഫ് 5 സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 6. 6ാം ക്ലാസ്സിലെ കുറച്ച് കുട്ടികളുടെ 5 കുട്ടികളുടെ ഹൈറ്റാണ് താഴെ തന്നിട്ടുള്ളത്. ഒരു ടേബിളാക്കി തന്നിട്ടുണ്ട്. നെയിം, ഹൈറ്റ് ഇൻ മീറ്റേഴ്സ് എന്നാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഹൂ ഈസ് ദ ടോളസ്റ്റ് എമംഗ് ദ സ്റ്റുഡൻസ്? ആരാണ് ടോളസ്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ അനു എന്ന് പറയുന്നത് 1.16 ആണ്, ബേബി 1.27 ആണ്, ഫാത്തിമ 1.06 ആണ്, സജി എന്ന് പറയുന്നത് 1.40 ആണ്, ഷംന എന്ന് പറയുന്നത് 1.04 ആണ്. ഇതിലെ ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഏതാണ്? 1.40 എന്നുള്ളതാണ്. അഥവാ സജിയാണ് ഏറ്റവും ടോളസ്റ്റ് വൺ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഹൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോളസ്റ്റ് ആൻഡ് ദ ഷോർട്ടസ്റ്റ് വൺ? ടോളസ്റ്റ് വൺ നമുക്ക് മനസ്സിലായി, സജിയാണ് 1.46 ആണ്. ഇതിലെ ഏറ്റവും ടോളസ്റ്റ് ഏതാണ്? ഷോർട്ടസ്റ്റ് ഏതാണ്? ഇതിൽ 1.04 ഉണ്ട്, 1.06 ഉണ്ട്. അപ്പോൾ ഏതാണ്? 6 ആണോ 4 ആണോ? 4 ആണല്ലേ. അപ്പോൾ അവിടെ ഷംനയാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 0.36 മീറ്റർ എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, ഇനി ഇതിൽ നെക്സ്റ്റ് വൺ, അറേഞ്ച് ദ ഹൈറ്റ്സ് ഇൻ അസെൻഡിങ് ഓർഡറിലാണ്. ഇത് അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം ചെറുതിൽ നിന്ന് വലുതിലേക്കാണ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് 1.04, ദെൻ 1.06, 1.16, 1.27, 1.40. ഓക്കെ, ഇങ്ങനെയാണ് അസെൻഡിങ് ഓർഡറിൽ നിങ്ങൾ എഴുതേണ്ടത്. അടുത്തൊരു ചോദ്യം, ലെറ്റ്സ് ഫൈൻഡ് ദ ആംഗിൾസ്. ഇവിടെ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, റൈറ്റ് ആൻ ആംഗിൾ ഹാവിങ് ദ സെയിം മെഷർ ഓഫ് കോൺ ABD. ABDയുടെ സെയിം കോണളവിലുള്ള അടുത്തൊരു ആംഗിൾ കണ്ടുപിടിക്കാനാണ്. കോൺ ABD കൂട്ടുകാർ നോക്കൂ, അവിടെ 55 ഡിഗ്രി ആണല്ലേ. അതേ സെയിം കോണളവിൽ വരുന്നതാണ്, അതിൻ്റെ പാരലലായിട്ട് വരുന്നതാണ് CBF എന്ന കോണ്. CBF എന്ന കോണ്. ഇനി റൈറ്റ് ആൻ ആംഗിൾ വിച്ച് ഇൻ ലീനിയർ പെയർ വിത്ത് കോൺ ABD. ABDയുടെ ലീനിയർ പെയർ ആയിട്ട് വരുന്നത് ഏതാണ്? CBD ആണ്. ഓക്കെ, കോൺ CBD ആണ്. ഫൈൻഡ് ദ മെഷർ ഓഫ് DPC, കോൺ CBF ആൻഡ് ABE. ഓക്കെ, ഇവിടെ DBC എന്ന് പറയുന്നത് എവിടെയാണ്? DBC എന്ന് പറയുന്നത് 125 ആണ്. കാരണം 55 അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അത് മൊത്തം 180 ഡിഗ്രിയാണ്. അപ്പോൾ അതിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് 125 ഡിഗ്രി എന്ന് കിട്ടും. ഇനി CBF എന്ന് പറയുന്നത് 55 ഡിഗ്രിയാണ്. അത് രണ്ടും പാരലലാണ്. അതുപോലെ തന്നെ ABE എന്ന് പറയുന്നത് 55 ഡിഗ്രിയാണ്. ഇനി അടുത്തത് ശരാശരി വരുമാനം എന്ന ഒരു കണക്കാണ്. ജെയിംസിൻ്റെ ഒരാഴ്ചത്തെ വരുമാനം ചുവടെ കൊടുത്തിരിക്കുന്നു. ജെയിംസിൻ്റെ ഒരാഴ്ചത്തെ ആകെ വരുമാനം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ആകെ വരുമാനം കണ്ടുപിടിക്കാൻ ഇത് മൊത്തം കൂട്ടി നോക്കിയാൽ മതി. 1200, 1000, 800, 1300, 750, 1100, 850 ഇതെല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ഉത്തരമായിട്ട് വരുന്നത് 7000 രൂപ എന്നാണ്. ഇതിലെ രണ്ടാമത്തെ ചോദ്യം, ഒരു ദിവസത്തെ ശരാശരി വരുമാനം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ആഴ്ചത്തെയാണ്. അപ്പോൾ ഈ മൊത്തത്തിനെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഹരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് 1000 എന്ന് ഉത്തരം കിട്ടും. ഇനി ഇതിലെ C ചോദ്യം, 3 ദിവസത്തെ ശരാശരി വരുമാനം 1200 രൂപയാകാൻ ഏതൊക്കെ ദിവസത്തിലെ വരുമാനം പരിഗണിക്കണം? അപ്പോൾ ഇതിൽ 1200 ആകുന്നത് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കി ഏതെങ്കിലും 3 എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഞായർ, ബുധൻ, വെള്ളി എന്ന് എഴുതാം. ഓക്കെ, ഞായർ, ബുധൻ, വെള്ളി. അപ്പോൾ നിങ്ങൾക്ക് 1200 എന്നത് ശരാശരി വരുമാനമായിട്ട് കിട്ടും. ഇനി അടുത്തത്, എനിക്കിഷ്ടം. ഇഷയുടെ സ്കൂളിലെ കുട്ടികളുടെ ഗെയിമിനെ കുറിച്ചുള്ള വിവരങ്ങൾ ചിത്രരൂപത്തിൽ കൊടുത്തിരിക്കുന്നു. ചിത്രം നിരീക്ഷിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഒന്നാമത്തേത്, ഏത് ഗെയിമാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേപോലെ ഇഷ്ടപ്പെടുന്നത്? ഏതാണ് രണ്ടും സെയിം ആയിട്ടുള്ളത്? ഹോക്കിയാണ്. അപ്പോൾ എവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഹോക്കിയാണ്. ബാഡ്മിൻ്റൺ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളുടെ എണ്ണം എത്ര? അപ്പോൾ ബാഡ്മിൻ്റൺ എടുക്കുക, എന്നിട്ട് അത് ഏതിലാണ് കുട്ടികളുടെ എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം എത്രയാണ് വരുന്നത് എന്ന് നോക്കുക. അപ്പോൾ ഏകദേശം വരുന്നത് 50ലാണ് അത് വരുന്നത്. ഓക്കെ, 50ലാണ് വരുന്നത്. ഓക്കെ, ബ്ലാക്ക് കളറാണ്, 50ലാണത്. ഇനി ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആൺകുട്ടികളുടെ എണ്ണം എത്ര? ഫുട്ബോൾ എടുക്കുക. ഫുട്ബോളിൽ കളർ കൊടുക്കാത്ത ഭാഗമാണ് ആൺകുട്ടികളുടേത്. അത് ഏകദേശം 70 വരുന്നത്. ഇനി ഹോക്കി ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണത്തേക്കാൾ എത്ര കൂടുതലാണ് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം? അപ്പോൾ ഹോക്കി കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്നും
ക്രിക്കറ്റും എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ രണ്ടും കൂടെ മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് 5 എന്നാണ്. കാരണം ഒന്ന് 55ഉം ഒന്ന് 50ഉമാണ്. അപ്പോൾ നമുക്ക് അവിടെ 5 എന്ന് ഉത്തരം കിട്ടുകയും ചെയ്യും. ഇനി അടുത്തത് ശില്പശാലയാണ്. വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ ആനന്ദിൻ്റെ സ്കൂളിൽ നടന്ന രചനാ ശില്പശാലയുടെ ജില്ലയിൽ 600 കുട്ടികൾ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. എത്ര ശതമാനം കുട്ടികളാണ് ഉപന്യാസ മത്സരത്തിൽ പങ്കെടുത്തത്? ഉപന്യാസ രചനയിൽ എത്രയാണ്? ഇവിടെ ആകെ 600 കുട്ടികളാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇത് 25%, 35%, 30% എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കിട്ടും, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 100 എന്ന് കിട്ടണം. അപ്പോൾ അവിടെ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അതിനെ 100 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 10 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 10% ഉപന്യാസ രചനയിൽ പങ്കെടുത്തത്. ഇനി കവിതാ രചനയിൽ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കവിതാ രചനയിൽ 25%. അപ്പോൾ ആകെ 600 അപ്പോൾ 600 × 25 ഡിവൈഡഡ് ബൈ 100 എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 150 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ. ഇനി സി നോക്കൂ. ശില്പശാലയിൽ പങ്കെടുത്തവരിൽ 180 കുട്ടികൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്. ഇത് പങ്കെടുത്ത ആകെ കുട്ടികളുടെ എണ്ണത്തിൻ്റെ എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്? 180 ഡിവൈഡഡ് ബൈ 600 × 100 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് 30% എന്ന് ഉത്തരം കിട്ടും. ഓക്കെ. അപ്പോൾ ഇതേപോലെയാണ് കൂട്ടുകാരത് ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഒരു അക്വേറിയത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു അക്വേറിയത്തിൻ്റെ ചതുരപ്പെട്ടിയുടെ ആകൃതിയാണ്. ഇതിൻ്റെ അകത്തെ നീളം 80 സെൻറ്റിമീറ്ററും വീതി 60 സെൻറ്റിമീറ്ററും ഉയരം 50 സെൻറ്റിമീറ്ററുമാണ്. അക്വേറിയത്തിൻ്റെ ഉള്ളളവ് എത്ര ഘനസെൻറ്റിമീറ്റർ ആണെന്നാണ് കാണേണ്ടത്. എങ്ങനെയാണ് ഉള്ളളവ് കാണുക? ഉള്ളളവ് ഈക്വൽ ടു നീളം × വീതി × ഉയരം. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് ഇത് 80 സെൻറ്റിമീറ്ററും 60 സെൻറ്റിമീറ്ററും 50ഉമാണ്. അപ്പോൾ 80 × 60 × 50. അപ്പോൾ നമുക്ക് 22,40,000 ഘനസെൻറ്റിമീറ്റർ എന്ന് ഉത്തരം കിട്ടും. ഇനി അടുത്തത് അക്വേറിയത്തിൻ്റെ എത്ര ലിറ്റർ വെള്ളം കൊണ്ടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ 2,40,000 അല്ലേ. അപ്പോൾ അവിടെ 240 ലിറ്റർ വെള്ളമാണ് കൊള്ളുന്നത്. ഇനി അക്വേറിയത്തിൽ 144 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ അതിൽ എത്ര സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെള്ളം ഉണ്ടാകുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര സെൻറ്റിമീറ്റർ ഉയരത്തിലായിരിക്കും? എത്രയാണ് നമ്മൾ നോക്കേണ്ടത്? 1,40,000 ഡിവൈഡഡ് ബൈ 80 × 60 എന്ന് എഴുതിയിട്ട് 30 സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇത് കൂട്ടുകാർ ഇതൊന്ന് ചെയ്തു നോക്കണം. കാരണം ഇത് നിങ്ങൾ ചെയ്തു നോക്കിയാൽ മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്.